നമസ്കാരം. വീടുകളിൽ തൂക്കുവിളക്ക് തെളിയിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണങ്ങൾ ലഭിക്കുമോ എന്ന സംശയമുണ്ടാവും ഏവരുടെയും മനസ്സിൽ. ക്ഷേത്രത്തിൽ ശ്രീകോവിലിന് ചുറ്റുമായും ശ്രീകോവിലിനുള്ളിൽ വിഗ്രഹത്തിൻ്റെ പ്രഭ കൂട്ടുന്നതിനുമായും ധാരാളം തൂക്കുവിളക്കുകൾ തെളിയിക്കാറുണ്ട്. എന്നാൽ വിളക്കുകളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ വിളക്ക് നിലവിളക്ക് തന്നെയാണ്. നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് ഭഗവാൻ വിഷ്ണുവിനെയും അതേപോലെ തന്നെ മുകൾ ഭാഗം ഭഗവാൻ ശിവനെയുമാണ് കുറിക്കുന്നത്. ഒരു പ്രത്യേക ദേവതാ സാന്നിധ്യവുമില്ലാത്ത അലങ്കാരത്തിന് മാത്രമായി ഉപയോഗിക്കുന്നതാണ് തൂക്കുവിളക്ക്. അപ്പോൾ നിലവിളക്കിന് പകരം തൂക്കുവിളക്ക് കത്തിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഐശ്വര്യവുമില്ല, പ്രത്യേകിച്ച് ഗുണങ്ങളും അല്ലെങ്കിൽ ദോഷങ്ങളും ലഭിക്കാനില്ല. അപ്പോൾ ഏറ്റവും ഉത്തമമായത് നിലവിളക്ക് തന്നെയാണ്. പണ്ട് കാലങ്ങളിൽ വൈദ്യുതി ഇല്ലാതിരുന്ന സമയങ്ങളിലാണ് ഈ തൂക്കുവിളക്കിന് പ്രാധാന്യം കൂടിയിരുന്നത്. കാരണം തൂക്കുവിളക്കിൽ എണ്ണയൊഴിച്ചായിരുന്നു അന്ന് ദീപം അല്ലെങ്കിൽ അന്നത്തെ വീടുകളിലേക്ക് വെളിച്ചത്തെ വരുത്തിയിരുന്നത്. അപ്പോൾ അന്നു മുതലുള്ള ആ ഒരു പ്രാധാന്യം തൂക്കുവിളക്കിനുണ്ട് എങ്കിൽ പോലും നിലവിളക്കിന് പകരമാകുകയില്ല തൂക്കുവിളക്ക്. അപ്പോൾ ഭവനത്തിൽ നിലവിളക്ക് കൊളുത്തുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ ഒരു തൂക്കുവിളക്ക് കൊളുത്തിയേ മതിയാകൂ എങ്കിൽ നിലവിളക്ക് കൊളുത്തിയതിന് ശേഷം പുറത്ത് തൂക്കുവിളക്ക് കത്തിക്കുന്നതിൽ അല്ലെങ്കിൽ തെളിയിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ പ്രാധാന്യം അല്ലെങ്കിൽ ഏറ്റവും അധികം ഐശ്വര്യത്തെ നൽകുന്നത് എപ്പോഴും ഗൃഹത്തിൽ നിലവിളക്ക് തന്നെയാണ്.